കൂടി നാം എല്ലാരും ചേർന്നു പൂകൾ കൊണ്ടാടണം. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടും ഞാൻ. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടും ഞാൻ. വേദനപ്പെടും ഏഴകൾ കഴലു തീരുവാൻ വന്നു മേദിനിയതിൽ മാനുഷാവതാരനായിതാ. വന്നു മേദിനിയതിൽ മാനുഷാവതാരനായിതാ. കൂടി നാം എല്ലാരും ചേർന്നു പൂകൾ കൊണ്ടാടണം. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടും ഞാൻ. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടും ഞാൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടം ചേർന്നായിരിക്കാൻ തക്കണം സഹായിച്ചല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. രാത്രികാലം മുഴുവനും സൂക്ഷിച്ച് പരിപാലിച്ചു. ആമേൻ. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി നൽകി തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെ അത്ഭുതവും അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം. ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മ തന്ന് നടത്തുന്ന എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുന്നിടത്ത് തിരുവചനമാ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെ ഉപകാരങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് എണ്ണി അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ആരാധനയ്ക്ക് യോഗ്യനെ മഹത്വത്തിൻ്റെ രാജാവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയുള്ള ഹൃദയം തരയണമേ കർത്താവേ. ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും എൻ്റെ അപ്പൻ്റെ പാദപിടത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരോ പ്രാർത്ഥനാ വിഷയമുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങളെ, രോഗങ്ങളെ, വേദനകളെ സമസ്തവും അങ്ങയുടെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ ഞങ്ങളെ അറിയുന്നവനായ കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളെ ഏറ്റെടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളെ സമ്പൂർണ്ണമായും പാദപിടത്തിലൊന്ന് സമർപ്പിച്ചു തരട്ടെ. ഞങ്ങൾ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥതയുള്ളവരായി തീരുവാൻ തക്കണം, മഹത്വമേറിയ ജീവിതം നയിപ്പാൻ തക്കണം. ആമേൻ. സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ തക്കണം അവിടുന്ന് അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ നല്ല സമയം ഹാലിൽ ഞങ്ങളുടെ കുടുംബത്തെയും ഏൽപ്പിക്കട്ടെ കർത്താവ്. അപ്പം ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ കുടുംബജീവിതം, ഹാലിൽ തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ വാർക്കുന്ന ഭവനമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടൊപ്പം പാദപിടത്തിൽ ഏൽപ്പിക്കുകയാണ്. ആ കാൽവരി കുരിശിലെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടുമാറാകണം. രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ ശത്രുവായവൻ ഓടിപ്പോകുന്നിടത്ത് വചനമാപ്പ. ആ വചനപ്രകാരം ഞങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും എവിടെ പോയാലും ആ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി, പകർച്ചയാതി, മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചാട്ട്, ബലത്തോടെ സമാധാനത്തോടെ നടത്തിക്കാട്ടെ. സകല ആവശ്യങ്ങൾ പറഞ്ഞ് സഹായിച്ചാട്ട് കർത്താവേ. ജോലി കാര്യങ്ങളെ ചെതിർപ്പാനുള്ള കൃപയും ബലവും നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും ജയത്തോടെ നടത്തണമേ.
പഠിക്കാൻ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. പ്രാർത്ഥനയോടെ പഠിക്കാൻ സഹായിക്കണമേ. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ കർത്താവേ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OETയും IELTSും പഠിക്കുന്ന മക്കൾ കർത്താവേ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. റിസൾട്ട് ലഭിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ചില തടസ്സങ്ങളാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടപ്പാ. എല്ലാം കർത്താപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുന്നു കർത്താവേ. ചോദിപ്പീനെന്നാൽ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞ് അപ്പൻ്റെ പാദപീഠത്തിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയപ്പാ. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുമാറാകണം. അവരുടെ തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റിക്കൊടുക്കുമാറാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിൽ എത്തിച്ചേരണം. ദൈവത്തോട് നന്ദിയുള്ള ജീവിതം നയിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കുമാറാകണം. ഏറിയ നന്മയും അനുഗ്രഹം അവർക്ക് നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണയൊരുക്കണമേ. അനുയോജ്യമായ കർത്താവേ, ജീവിത പങ്കാളിയെ ഒരുക്കിയവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണം കർത്താവേ. ഞങ്ങളുടെ ഹാലലി കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. തലമുറ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസന്തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണമേ. ക്ഷീണത്തോടും ഭാരത്തോടുമായിരിക്കുന്ന മക്കളുണ്ട്. യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ട മക്കളുണ്ടപ്പാ. ബഹുവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് സംരക്ഷിക്കണമേ. അപ്പാ, സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുത വഴികളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗമാപ്പാ ചോദിക്കുന്നത് കൂടുതലൊന്നുമല്ലപ്പാ. വേണ്ടുന്നതായ വഴിവാതിൽ ഓരോ മക്കൾക്കും തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ടപ്പാ. ഏറ്റവും നന്നായി ഇവരുടെ ബിസിനസ്സുകളൊക്കെയും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണം. കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കൾക്ക് വേണ്ടുന്നത് കരുതിയൊരുക്കുമാറാകണം. സന്തോഷത്തോടെ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ഹാലേലി തൻ്റെ മക്കളായിരിക്കാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പോക്കില വരവില വാഹനയാത്ര വഴിയാത്ര എല്ലാ മക്കളോടും കൂടെയിരിക്കണമേ. ആപത്തനത്തിൽ നിന്നുള്ളവരെ വിടുവിക്കുമാറാകണമേ. എല്ലാ വാഹനങ്ങളെയും സ്വർഗം നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയോടെ ഓരോ മക്കളും ഓരോ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പാ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവേ. തലചായ്പാൻ ഭവനമൊരുക്കണേപ്പാ. തൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ആഗ്രഹവും അറിഞ്ഞ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനം പണിയുന്ന മക്കളുണ്ടപ്പാ. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ തൻ്റെ മക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാം ഭംഗിയായി ചെയ്തെടുപ്പാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലിയ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ട്. ഞങ്ങളവരെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഐശ്വര്യങ്ങളാലും നന്മകളാലും ഓരോ മക്കളെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹാലേലുയ കർത്താവേ, സ്തോത്രം സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടപ്പാ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ അപ്പാ. സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല കർത്താവേ. ആ കലവറയൊന്ന് തുറന്നു കൊടുക്കണമേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവേ. സഹായിപ്പാൻ മറ്റാരുമില്ലാത്ത സ്ഥാനത്ത് സ്വർഗമിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വിഷയത്തിന് നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നീ കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അലമുറയിട്ട് കരയുന്ന ജീവിതങ്ങളോട് മനസ്സറിയണമേ. ഹൃദയ സമാധാനം നൽകണമേ. മുൻപോട്ട് ജീവിപ്പാനുള്ള പ്രത്യാശ നൽകണമേ അപ്പാ. ആരുടെയും ഹൃദയം ഭാരപ്പെട്ട് തകർന്നു പോകാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ അപ്പൻ നിയന്ത്രിച്ച് നടത്തുമാറാകണം. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്നവരെ സമർപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്നവരുണ്ട്. ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. അപ്പോൾ യാതൊരു മാർഗവുമില്ലാതെ പലവിധത്തിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ആ കുടുംബങ്ങളോട് കരുണ കാണിക്കണം. മനസ്സലിയുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. സഹായത്തിൻ്റെ കരം നീട്ടി സ്വർഗം മാനിക്കുമാറാകണം. അപ്പോൾ അതിൻ്റെ സൗഖ്യം നിരവഹിതമെങ്കിൽ ഹാലേലൂയ ഓരോ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ കർത്താവേ, സ്തോത്രം. ഓരോ മക്കളെയും നീ അറിയുന്ന ദൈവമാണല്ലോ. സ്തോത്രം. അവരുടെ കുടുംബാംഗങ്ങളെ നീ അറിയുന്ന ദൈവമാണല്ലോ. അവരുടെ സ്ഥിതി അറിയാവുന്ന കർത്താവാണല്ലോപ്പാ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട്, ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം. ചില ടെസ്റ്റുകൾക്ക് വിധേയപ്പെടേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. ബയോപ്സി റിപ്പോർട്ടിനായി കാത്തിരുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും കർത്താവ് ഹല്ലേലൂയ സഹായിച്ചു മാനിച്ച വിധങ്ങളെ ഓർത്ത് നന്ദി പറയട്ടെ കർത്താവേ. വീണ്ടും കരുണ തോന്നണമേ കർത്താവേ. തുടർന്നുള്ള ടെസ്റ്റുകളിലും കർത്താവിൻ്റെ കരം വേണം. കർത്താവിൻ്റെ ഒരു തുള്ളി രക്തം കലർത്തുമാറാകണം. എല്ലാ രോഗാണും നിർജീവമാകുമാറാകണം. ഓജസ്സും തേജസ്സുമുള്ളവരായി ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി മാറുവാൻ സ്വർഗമിടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ എൻ്റെ അപ്പനാപ്പാ. ആ കാൽവരി ക്രൂശിലെ ഒരു തുള്ളി രക്തം മതി കർത്താവേ. അത് ഞങ്ങളെ ശക്തീകരിക്കുന്നതാ, അത് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാ, അത് സൗഖ്യമാക്കുന്ന രക്തമാ, അത് സമാധാനം തരുന്ന രക്തമാ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി രക്തം മതിയപ്പാ. അവിടുന്ന് മനസ്സറിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ, ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, തുമ്മലിൻ്റെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ, തൈറോയിഡുള്ളവർ, ആസ്മ രോഗികൾ കർത്താവെ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവെ, ശരീരമാസകലം നീർക്കെട്ടും മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെട്ട ജീവിതങ്ങൾ ഹല്ലേലൂയ കർത്താവെ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. നല്ല വൈദ്യനെ സൗഖ്യം തന്ന കർത്താവേ, പിന്നെയും മാനിക്കണമേ, സഹായിക്കണമേ, ഓരോ മക്കളെയും മാനിക്കണമേ അപ്പാ, കരുതണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, സഹോദരവർഗ്ഗങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. സ്തോത്രം. വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്ന മക്കളുണ്ട്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവേ സ്തോത്രം. കൈകാൽക്ക് ചലനമില്ലാത്തവർ, ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും കർത്താവേ പരസഹായം വേണമപ്പാ. ഭാരപ്പെടുന്ന ജീവിതങ്ങൾ മാതാപിതാക്കളൊക്കെ ഉണ്ടപ്പാ. വാർദ്ധക്യത്തിലായിരിക്കുന്ന തൻ്റെ മക്കളോടൊക്കെ മനസ്സലിയണം, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. വരം ക്ഷയിക്കുമ്പോൾ തള്ളിക്കളയാത്ത ദൈവം, ബലഹീനതയിൽ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് പലവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി ഇത്രത്തോളമൊക്കെ സഹായിച്ചുവെങ്കിൽ വീണ്ടും ബലഹീനതകളുള്ളവരുണ്ടപ്പാ, ക്ഷീണമുള്ളവർ, ഭാരമുള്ളവർ, വാർദ്ധക്യമുള്ളവരുണ്ടപ്പാ. തൻ്റെ മക്കളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തേണ്ടതിനായി, സൗഖ്യത്തിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പാ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. തൻ്റെ മക്കളോടൊക്കെ മനസ്സറിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അഖിലെ സുഗന്ധ കൊഴുമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം കർത്താവേ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന പ്രിയപ്പെട്ടവരാ കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ അപ്പന് സകലതും കഴിയുമല്ലോ. അങ്ങ് മനസ്സലിയുള്ള ദൈവം, കരുണയുള്ള ദൈവമാകിയാൽ ഓരോ മക്കളെയും തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം, 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 സ്തോത്രപ്പാ. എല്ലാം അങ്ങയുടെ പാദാന്തി ഏൽപ്പിച്ചു തരുന്നപ്പാ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും അടികളിൽ ഒരുപോലെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന ഇനിയുള്ള വിഷയത്തിന്മേലും സ്വർഗം മറുപടി അയക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.